ഇന്നത്തെ വീഡിയോയില് പ്രമേഹ രോഗികൾ പൊതുവെ ശീലിക്കേണ്ടതായ ചില ഭക്ഷണ രീതികളെ പറ്റി വിവരിക്കാം. ഇതിന് മുൻപത്തെ വീഡിയോകളിൽ പ്രമേഹം നമ്മുടെ ശരീരത്തിൽ ബാധിച്ചു കഴിയുമ്പോൾ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ കവച പ്രമേഹമാണോ, പൈത്തിക പ്രമേഹമാണോ, വാതിക പ്രമേഹമാണോ എന്ന് തരം തിരിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് നമ്മൾ വീഡിയോകൾ ചെയ്തിരുന്നു. അതിന്റെ ലിങ്കൊക്കെ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവര് തീർച്ചയായിട്ടും കയറി കാണേണ്ടതാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അതിൽ തന്നെ കവച പ്രമേഹം 10 തരത്തിലും, പൈത്തിക പ്രമേഹം 6 തരത്തിലും, വാതികമായിട്ട് 4 തരത്തിലും പ്രമേഹങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു സാധ്യാസാധ്യത പറയുകയാണെങ്കിൽ കവചമായിട്ടുണ്ടാകുന്ന 10 തരത്തിലുള്ള പ്രമേഹം സാധ്യമാണെന്ന് പറയുന്നു. അതായത് സുഖസാധ്യമാണ്, ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രമേഹ രോഗം പൊതുവെ കപദോഷജന്യമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ കപദോഷത്തെയും ശരീരത്തിലെ ക്ലേദത്തിനെയും വിയർപ്പിനെയും രസധാതുവിനെയും മാംസധാതുവിനെയും മേധോധാതുവിനെയും ബാധിച്ചു കഴിയുമ്പോൾ വസ്തിപ്രദേശത്തെ, അതായത് യൂറിനറി ബ്ലാഡറിനെ ആശ്രയിച്ച് ഈ രോഗാവസ്ഥ സംജാതമാകുന്നു എന്ന് പറഞ്ഞു. അതായത് ശരീരത്തിലുള്ള നൊലവിനെ, ക്ലേദത്തിനെ മൂത്രം വഴി അമിതമായിട്ട് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുക. ഇതാണ് ഈ രോഗാവസ്ഥയിൽ സംജാതമാകുന്നത്. ഇത് തന്നെ ഒന്നുകൂടെ തീവ്രമാകുമ്പോൾ പിത്തദോഷത്തെയും കൂടെ ബാധിക്കുന്നു, രക്തദുഷ്ടി ഉണ്ടാകുന്നു. അതിനനുസരിച്ചുണ്ടാകുന്ന ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണിക്കുന്നു. ആ അവസ്ഥയിലാണ് 6 തരത്തിലുള്ള പൈത്തിക പ്രമേഹങ്ങളെ പറ്റി ആചാര്യം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ പൈത്തിക പ്രമേഹങ്ങൾ യാപ്യ ഗണത്തിൽ പെടുത്തിയിരിക്കുന്നു. അതായത് മരുന്ന് കൊണ്ട്, കൃത്യമായിട്ടുള്ള ചിട്ടയായ ചികിത്സാ രീതികൾ കൊണ്ട്, ഭക്ഷണ നിയന്ത്രണങ്ങൾ കൊണ്ട് നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നു പറയപ്പെട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് രോഗതീവ്രത കൂടുമ്പോൾ, പഴക്കം കൂടുന്നതിനനുസരിച്ച് വാതദോഷം കൂടെ കോപിച്ച് മുൻപ് പറഞ്ഞിട്ടുള്ളതായ ലക്ഷണങ്ങൾ ഒന്നും കൂടെ അതിതീവ്രമാകുന്നു. ഈ അവസ്ഥയിലാണ് വാതിക പ്രമേഹം എന്ന് വിളിക്കുന്നത്. ഇത് 4 തരത്തിലുണ്ട്. ഇത് 4ഉം അസാധ്യമാണ്, ചികിത്സിച്ച് ഭേദമാക്കാൻ സാധ്യമല്ല. ശരീരത്തിലെ എല്ലാ ധാതുക്കളെയും 3 ദോഷങ്ങളെയും ബാധിച്ചു കഴിയുമ്പോൾ ഇത് അസാധ്യ രോഗമാണെന്നും വർജിക്കേണ്ടതാണെന്നും അഷ്ടാംഗഹൃദയത്തില് വാഗ്ഭടാചാര്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പല രോഗികളോടും കൺസൾട്ടേഷൻ സമയത്ത് ഞാൻ പറയാറുണ്ട്, പ്രമേഹത്തിന്റെ ഒക്കെ ആദ്യഘട്ടത്തില് നമുക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതികള്, വ്യായാമ മുറകള്, ഔഷധ സേവകള് ശീലിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് മാറ്റിക്കളയുന്നതിനോ നിയന്ത്രിച്ചു നിർത്തുന്നതിനോ സാധ്യമാണ്. പക്ഷെ ആരംഭഘട്ടത്തില് നിങ്ങൾ യാതൊരു ഭക്ഷണ രീതിയിലോ നിയന്ത്രണം വരുത്താൻ തയ്യാറാവില്ല, വ്യായാമത്തിന് തയ്യാറാവില്ല, ഔഷധങ്ങൾ കഴിക്കാനായിട്ട് തയ്യാറാവില്ല. അതുകൊണ്ട് ഇത് ആദ്യം കഫദോഷത്തെയും, പിന്നീട് പിത്തദോഷത്തെയും, പിന്നീട് വാതദോഷത്തെയും, ഈ 3 ദോഷാവസ്ഥകളെയും ബാധിച്ചു കഴിയുമ്പോൾ അത് അസാധ്യ രോഗമായിട്ട് മാറുകയാണ്. ഈ ഏത് തരത്തിലുള്ള പ്രമേഹമായാലും നിങ്ങൾ ഭക്ഷണ രീതികളിൽ, ജീവിത രീതികളിൽ വരുത്തേണ്ടതായ ചില മാറ്റങ്ങൾ, ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാവുന്ന ചില ദ്രവ്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ചുരുക്കി വിവരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഞാൻ ഡോക്ടർ സേവ്യർ. പ്രമേഹ രോഗികൾക്ക് പൊതുവെ ഭക്ഷണത്തിനായിട്ട് അരിയാഹാരം അനുശാസിക്കുന്നില്ല. അതിന് പകരമായിട്ട് യവം കൊണ്ടുള്ള അന്നം, അതുപോലെ ഗോതമ്പ്, മുളയരി, ചെറുപയർ, പഴക്കം ചെന്ന ഞവരയരി, പഴക്കം ചെന്ന ചെന്നല്ലരി, അതുപോലെ തന്നെ നോൺ വെജ്, മാംസം പ്രിയമുള്ളവരാണെങ്കിൽ മാംസം ചുട്ടെടുത്ത് ഉപയോഗിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഗ്രില്ല് ചെയ്തൊക്കെ ഉപയോഗിക്കാന്ന്. എണ്ണയിലൊക്കെ വറുത്തും പൊരിച്ചും കഴിക്കാതിരിക്കണമെന്നാണ് പറഞ്ഞത് പൂർണ്ണമായിട്ടും, പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ. അതുപോലെ ത്രിഫലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പല ഔഷധങ്ങളിൽ പ്രമേഹത്തിനായിട്ട് നിർദ്ദേശിക്കുന്ന പല ഔഷധങ്ങളും തയ്യാറാക്കാനായിട്ട് ത്രിഫലത്തോട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ധാന്യങ്ങളൊക്കെ തന്നെ ത്രിഫല കഷായത്തിലൊക്കെ വേവിച്ച് കഴിക്കാന്ന് പറയുന്നുണ്ട്. ത്രിഫലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കടുക്കത്തോട്, നെല്ലിക്കത്തോട്, താണിക്കത്തോട് ഇത് സമമായിട്ട് എടുക്കുന്നതാണല്ലോ ത്രിഫല. ഇതിന് പല പ്രപ്പോർഷനിലും വ്യത്യസ്ത അവസ്ഥകളിൽ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ആചാര്യന്മാര് കടുക്കത്തോടും നെല്ലിക്കത്തോടിനും താണിക്കത്തോടിനും വ്യത്യസ്ത അനുപാതത്തിൽ എടുക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പലതരത്തിലുള്ള ത്രിഫല യോഗങ്ങൾ ഇന്ന് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത്. പൊതുവെ പ്രമേഹത്തിനെ ശമിപ്പിക്കുന്നതിനായിട്ട് ത്രിഫല തേൻ ചേർത്ത് കഴിക്കാം. അതുപോലെ അയസ്കൃതി പോലുള്ള അരിഷ്ട പ്രിപ്പറേഷൻസ് ഉപയോഗിക്കാം. അതൊക്കെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച്, നിങ്ങളുടെ ദേഹപ്രകൃതിക്ക് അനുസരിച്ച് ഡോക്ടേഴ്സ് തീരുമാനിക്കാറുണ്ട്. വെള്ളരി കൊണ്ടുള്ള ചോറ് പ്രമേഹ രോഗികൾ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും തീർച്ചയായിട്ടും നല്ലത്. അരിയുടെ കാര്യം പറഞ്ഞപ്പോ ആചാര്യന്മാര് പഴക്കം ചെന്ന ചെന്നലരി ചോറ് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞവരേരിയുടെ കാര്യം, പഴക്കം ചെന്ന് ഉപയോഗിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് പുതിയതായിട്ടുള്ള ധാന്യം ശരീരത്തിൽ കഫദോഷം വർദ്ധിപ്പിക്കും. പ്രമേഹം പൊതുവെ കഫപ്രധാനമായിട്ടുള്ള രോഗാവസ്ഥയാണെന്ന് പറഞ്ഞല്ലോ. ഈ അരിയാഹാരത്തിന് പകരമായിട്ട് നമുക്ക് ഈ മില്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം. അതും തീർച്ചയായിട്ടും പ്രമേഹ രോഗികൾക്ക് ശീലിക്കാവുന്നതാണ്. പിന്നെ കുടിക്കാനായിട്ട്, പാനജലത്തിന് കുടിക്കാനുള്ള വെള്ളം തയ്യാറാക്കാനായിട്ട് പൊതുവെ പറഞ്ഞിട്ടുള്ളത് വേങ്ങാക്കാതലിട്ട് ചതച്ചിട്ട് വെന്ത വെള്ളം, അതുപോലെ കരിങ്ങാലിക്കാതലിട്ട് വെന്ത വെള്ളം, അതുപോലെ തന്നെ ദർഭവേര് ചതച്ചിട്ട് വെന്ത വെള്ളവും കുടിക്കാനായിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പൊതുവെ നമുക്ക് ഒരു ദിവസത്തേക്ക് ഒരു 2 ലിറ്റർ വെള്ളത്തിൽ വേങ്ങാക്കാതലായാലും കരിങ്ങാലിക്കാതലായാലും ദർഭവേരായാലും ഒരു 20 ഗ്രാം എടുക്കാം. അത് കഴുകി കൊത്തി നുറുക്കി ചതച്ചിട്ടിട്ട് ഒരു 20 മിനിറ്റ് സമയം ഈ 2 ലിറ്റർ വെള്ളം തിളപ്പിക്കണം. അതിനുശേഷം ആ ചണ്ടി അരിച്ചു മാറ്റിയിട്ട് ആ വെള്ളം ഒരു ദിവസം കൊണ്ട് പലവട്ടമായിട്ട് കുറേശ്ശെ കുടിച്ചു തീർക്കുന്നത് ഏതുതരം പ്രമേഹ രോഗത്തിലായാലും അത് നിയന്ത്രിച്ചു നിർത്തുന്നതിന് സഹായകരമാണ്. പൈത്തിക പ്രമേഹമാണെങ്കിൽ ഇത്തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള പാനജലത്തിൽ തേനും കൂടെ ചേർത്ത് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി തിളപ്പിച്ച ആറിയ വെള്ളമാണെങ്കിൽ അതിലേക്ക് തേൻ ചേർത്തും കഴിക്കാം. തേൻ ചേർക്കുന്നതുകൊണ്ട് ഒരിക്കലും ചൂടുവെള്ളം ചൂടായിരിക്കുമ്പോൾ കഴിക്കരുത്. ചൂടാറിയതിനു ശേഷം തേൻ ചേർത്ത് ഉപയോഗിക്കേണ്ടതാണ്. ഇനി പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന 1-2 പ്രിപ്പറേഷനും കൂടെ ആചാര്യന്മാര്, വാഗ്ഭടാചാര്യൻ അഷ്ടാംഗഹൃദയത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ത്രിഫല കഷായം തയ്യാറാക്കിയിട്ട്, ത്രിഫലയ്ക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പ്രമേഹം നിയന്ത്രിച്ചു നിർത്താനായിട്ട് തീർച്ചയായിട്ടും സഹായകരമാണ്. അപ്പൊ ഈ ത്രിഫല കഷായത്തില് ഒരു രാത്രി മുഴുവൻ യവം ഇട്ട് വെക്കുക. യവം എന്ന് പറഞ്ഞ ബാർലി, ഈ ബാർലി ഒരു രാത്രി മുഴുവൻ ത്രിഫല കഷായത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേന്ന് എടുത്തിട്ട് ആ യവം കൊണ്ട്
ചട്ടിയിലിട്ട് വറുത്ത് മലര് പോലെ ആക്കണം. മലരുണ്ടാക്കില്ലേ, റോസ്റ്റ് ചെയ്തെടുക്കണം എന്നർത്ഥം. എന്നിട്ട് അത് പൊടിച്ച് അതിൽ തേനും കൂടെ ചേർത്ത് ചാലിച്ച് കഴിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കുന്നതിന് സഹായകരാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ പൂക്കൾ കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു യോഗം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആണോ എന്നറിയില്ല. കിട്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കാവുന്നതാണ്. അതായത് ഏഴിലമ്പാലയുടെ പൂക്കള്, ഇനി അതല്ലെങ്കിൽ കുടകപ്പാലയുടെ പൂക്കള്, താനിക്ക ഉണ്ടാകുന്ന താനി മരത്തിന്റെ പൂക്കള്, ഇവയിൽ ഏതെങ്കിലും ഒന്ന് ആവശ്യത്തിന് പറിച്ചെടുത്ത് നിഴലിലിട്ട് ഉണക്കണം. അതിനുശേഷം അത് പൊടിച്ചെടുത്തത് തേൻ ചേർത്ത് ശാലിച്ച് സേവിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. പ്രമേഹം നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കുന്നു. ഏഴിലമ്പാലയൊക്കെ നമുക്ക് നാട്ടിൽ ഇപ്പോഴും പലപ്പോഴും ലഭ്യമാണ്. താനിക്കയുടെയും കുടകപ്പാലയുടെയും ഒക്കെ പൂക്കൾ കിട്ടാൻ പ്രയാസമായിരിക്കും. ഇവ പറിച്ചെടുത്ത് നിഴലിലിട്ട് ഉണക്കി പൊടിച്ചത് തേൻ ചേർത്ത് ചാലിച്ച് വേണം കഴിക്കാനായിട്ട്. ഇനി ഈ പൂക്കൾ പൊടിച്ചെടുത്ത പൊടി നെല്ലിക്ക ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്തിട്ട് അതിൽ കലക്കി കഴിക്കുകയാണെങ്കിൽ കവചമായിട്ടും പൈത്തികമായിട്ടും ഉണ്ടാകുന്ന പ്രമേഹങ്ങൾക്ക് വളരെ നല്ലതാണെന്ന് പറഞ്ഞിരിക്കും. ഈ രീതിയിലൊക്കെ പ്രമേഹ രോഗത്തിന്റെ നിദാനം, ലക്ഷണങ്ങള്, പൂർവ്വരൂപങ്ങള്, ഇതിനുള്ള ചികിത്സാ രീതികള്, നിങ്ങൾ കഴിക്കേണ്ടതായ ഭക്ഷണ രീതികള്, ജീവിത രീതിയിൽ വരുത്തേണ്ടതായ മാറ്റങ്ങള്, ഇതെല്ലാം വിശദമായിട്ട് ആചാര്യന്മാര് 5000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആയുർവേദ ഗ്രന്ഥങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 20 തരത്തിലുള്ള പ്രമേഹത്തില് ആദ്യത്തെ 10 തരം കവചമാണെന്നും ഈ 10 തരത്തിലുള്ള പ്രമേഹം സുഖസാധ്യം, അതായത് കൃത്യമായിട്ട് ചികിത്സിച്ചാൽ ഭേദമാക്കാൻ സാധിക്കുന്നതാണ് ആരംഭഘട്ടത്തില്. പിന്നീട് അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും പിത്തദോഷത്തിനെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് അത് വ്യാപ്യ രോഗമായിട്ട് മാറുന്നത്. അതായത് മരുന്ന് കൊണ്ടും ഔഷധ സേവ കൊണ്ടും വ്യായാമം കൊണ്ടും ചിട്ടയായ ജീവിതശൈലി കൊണ്ട് നിയന്ത്രിച്ച് നിർത്താനേ സാധിക്കുള്ളൂ. പിന്നീട് അത് ഗുരുതരമാവുന്ന അവസ്ഥയിൽ വാദത്തിനും കൂടെ പ്രാധാന്യം വരുമ്പോൾ അസാധ്യ രോഗം, അതല്ലെങ്കിൽ വർജിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇനിയും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഇനിയും വീഡിയോകൾ ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.